ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ആയി കണ്ടിട്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഏകദേശം ഒരു 2 മാസത്തോളമായി നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേറെ ഒന്നല്ല, കുറച്ച് തിരക്കായി പോയി. സ്ഥിരം എല്ലാ വീഡിയോസിലും പറയുന്ന ഡയലോഗാണ് കണ്ടത്. കുറച്ച് തിരക്കായി പോയി. അതുപോലെ തന്നെ എന്താ പറയുക, പിന്നെന്താ ഡയലോഗ് ഇപ്പം പറഞ്ഞുതരും, പൈസയിൽ പറഞ്ഞുതരും കറക്റ്റ്. അവനെല്ലാം അറിയാം. ഞാൻ വ്ളോഗ് എടുക്കുന്ന രീതി അറിയാം, ട്യൂൺ അറിയാം, എന്തൊക്കെ പറയാന്നറിയാം, എനിക്ക് എല്ലാം അറിയാം. ഇപ്പം അവൻ കുറച്ച് ബിസിയാണ് കേട്ടോ, ചാറ്റിങ്ങിലാണ്. അപ്പോൾ ഇനി എന്നും പറയണ പോലെ എല്ലാ വീഡിയോസിലും പറയണ പോലെ പറയണില്ല, സ്ഥിരം വീഡിയോസ് ഉണ്ടാവും എന്നൊന്നും പറയണില്ല. സമയം കിട്ടുമ്പോൾ ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി പറയാം. ഇന്ന് നമ്മൾ നാഷണൽ ഡേ ആയിട്ട് നമ്മൾ വണ്ടിയും കാര്യങ്ങളും ചെറിയ രീതിയിൽ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതും ഡിഫൻഡറും പിന്നെ ഫ്ലാഗ് അടിച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ. അപ്പോൾ ഞാൻ ഓൾറെഡി റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ഷോർട്സ് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണാം. പിന്നെ നമുക്ക് അബുദാബി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ. ചെറിയൊരു പരിപാടി ഉണ്ട്. ചെറിയ പരിപാടി എന്ന് പറഞ്ഞാൽ വീഡിയോസിലൊക്കെ കണ്ടിട്ടാവും, അവിടെ സ്നോ സ്പ്രേ ഉണ്ടല്ലോ, അങ്ങനെ ഒരു പോലത്തെ സ്പ്രേ, ഞാൻ പറയാൻ തോന്നുന്നു. അത് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചിട്ടുള്ള പരിപാടിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ അബുദാബിയിൽ പരിപാടി ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. ഞാൻ മാത്രമല്ല, മസ്താങ് ഉണ്ട്, പിന്നെ ബാക്കിൽ പിച്ചിങ് റൈസിങ് കൂടെ ഡിഫൻഡറിൽ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ചെമ്മുണ്ട്, ചാർജറേറ്റ്, നെച്ചുണ്ട്, കോർവേറ്റേറ്റ്. ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ പോകാന്നുള്ള പ്ലാനിൽ അങ്ങനെ ഇറങ്ങിയതാണ്. ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളൂ. ലാസ്റ്റ് എക്സിൽ നമ്മൾ വെയിറ്റ് ചെയ്യും. അവരെല്ലാവരും കൂടെ വന്നിട്ട് ഒരുമിച്ച് പോകാനുള്ള പ്ലാനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ട് വീഡിയോസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ആഴ്ച നമ്മളങ്ങനെ ലാസ്റ്റ് എക്സിറ്റ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പമ്പിൽ നമ്മൾ ഫ്യൂൽ അടിക്കാൻ കയറിയതാണ്. നെച്ചും വന്നിട്ടുണ്ട് പിന്നാലെ. നെച്ചും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ വന്നപ്പോൾ ഈ പമ്പ് വേറൊരു മൂഡായിട്ട് തോന്നിയിട്ടാണ്. അതിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ ഒരു മൂഡായിട്ട് തോന്നി. നമ്മൾ ഫ്യൂൽ അടിച്ചു. ടയർ ആകെ അലമ്പായിട്ട് എടുക്കാൻ കേട്ടോ, കാരണം ഷാർജയിലെ കച്ചയിലും ഇറക്കിയതാണ്. ടയർ ആകെ അലമ്പായി. അപ്പോൾ അത് ഒന്ന് ക്ലീൻ ആക്കാൻ പറ്റുമോ നോക്കണം. നെച്ചും ഫ്യൂൽ അടിക്കുന്നുണ്ട്. നമ്മൾ ഫ്യൂൽ ഓൾറെഡി ഫുള്ളാക്കി. ഓക്കെ, അവൻ്റെ വണ്ടിയും സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഫ്യൂൽ അടിക്കട്ടെ. ഇതിനും നമ്മൾ വണ്ടിയാണ് കയറ്റി നിർത്തിയിട്ടുണ്ട്. ഇനി അവർ വരട്ടെ കേട്ടോ. ഫൈനലി ഗായ്സ്, എല്ലാവരും എത്തിയിട്ടുണ്ട്. ഒരു ഹൗഡി നമ്മുടെ കൂടെ, അതുപോലെ ഒരു മസ്താങ്ങും നമ്മുടെ കൂടെ ജോയിൻ ആയിട്ടുണ്ട്. അതുപോലെ ചെമ്മു എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡിഫൻഡർ അവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വീട് കഴിഞ്ഞ് അധികം ഇവിടെ നിൽക്കുന്നില്ല, കാരണം ടൈമില്ല. വെയിറ്റ് ചെയ്യുന്നിട്ട് ടൈം പോയതാണ്. ഓക്കെ, സോ നമ്മൾ ഇറങ്ങി. നമ്മളിത് ഇറങ്ങി ഓരോ വണ്ടികളായിട്ട് എടുക്കുന്നുണ്ട്. ഇതാണ് ജോയിൻ ചെയ്ത മസ്താങ്. ഔഡി ചാർജർ ഉണ്ട്, ഫ്രണ്ടിൽ കോർവെറ്റ് ഉണ്ട്, അതിന് ഫ്രണ്ടിൽ ഡിഫൻഡർ ഉണ്ട് കേട്ടോ. ഓക്കെ, സോ നമ്മൾ ഇറങ്ങി. കണ്ടോ, ഇവിടെ എല്ലാം ആഘോഷം തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ശരി. അപ്പോൾ നമുക്ക് ഇനി ബാക്കി അവിടെ പോയിട്ട് കാണാം. നമ്മളിതേ അബുദാബിയിൽ എത്തിയിട്ടുണ്ട്. കോർണിഷിലേക്ക് പോകണ ആ ഒരു ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ ഒരുപാട് വണ്ടികൾ ഇപ്പം തന്നെ നമുക്ക് കാണാം. ഫുള്ള് ഇതുപോലെ സ്നോയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട്. ഓക്കെ, സെക്കൻഡ് കേട്ടോ. ഹായ് പറ. ഹായ്, വ്ളോഗാണ്. കാസർഗോഡ് ഫ്രണ്ട്സിന് എല്ലായിടത്തും ഹായ് പറ. അപ്പോൾ കാര്യം നമ്മൾ ഇനി ബാക്കി അവിടെ എത്തിയിട്ട് കുറേ ഇപ്പം തന്നെ ഒരുപാട് ആൾക്കാർ മറ്റേ സ്പ്രേയും കൊണ്ട് വരുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താവും. വേറെ വണ്ടികളൊക്കെ കണ്ട, ഇതാണ് അവസ്ഥ. ഇതൊന്നൊന്നുമല്ല, കാണാൻ കിടക്കണുള്ളൂ. സോ വെയിറ്റ് ആൻഡ് സീ. Get ready. കുഞ്ഞോടൊക്കെ അവൻ മണ്ടനാണ്. അവന് വണ്ടിയാണ് നോക്കുന്നത്. നെവർ മൈൻഡ്. നമുക്ക് ലെഫ്റ്റ് നോക്കി അടിക്കടാ. ഇപ്പൊ കിട്ടും. താഴ്ത്തി കൊടുക്കുക. അവിടെ താഴ്ത്തി കൊടുക്കുക.
കൊറച്ചിറക്ക് കൊറച്ചൊരു പൊടിക്ക് തുറക്ക് പൊടിക്ക് ഈ സൈഡിൽ ആർബീസ് ഉണ്ട് ചെക്കന്മാരുണ്ട് വള്ളിയൊക്കെ അവന്റെ കൂടിയ സാധനമാണ് അവന്റെ റോക്കറ്റാണ് അവന്റെ തുറക്കണ തുറക്കണ കുറച്ച് തുറക്ക് കുറച്ച് തുറക്ക് തുറക്കടാ തുറക്കുമുത്തേ ആര് തുറക്ക് അടി 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 കയ്യിരുന്നോ അവിടെ അവിടെ കയ്യാടിരുന്നോ ഇപ്പുറത്തെ തുറന്നോട്ടാ ഇപ്പുറത്തെ തുറന്നു കാട്ട് അടിക്കട്ടെ ഒന്നുകൂടെ നീ താഴ്ത്തിക്കോ ഒന്നും ആവില്ല അയ്യോ പോകിടാ നമ്മളോട് നമ്മൾ ഇത്ര കാത്തി കൊടുക്കും അടിക്കാൻ പറ്റി അടിക്കട്ടെ അടിക്കല്ലേ തമാശ അടിക്കല്ലേ അവരുണ്ടെങ്കിൽ താഴ്ത്ത് ഈ താഴ്ത്തി മൂലല്ലേ നീ കൈയിടല്ലേട്ടാ കൈ പുറത്ത് കിടന്നിട്ടാ അത് കൂടിയതാട്ടെ ഗണ്ണൊക്കെ എന്ത് ചെല്ലുന്ന നീ താഴ്ത്തടാ ഓടിപ്പോട്ട് മേടിച്ചു വന്നടാ കുസിയെ നമുക്ക് ബനോടാ അപ്പം പോയപ്പോ പ്രശ്നം ഉണ്ടാവില്ലല്ലോ ഇതാണ് ദുബായിട്ടാ കാരണം നമ്മളവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആകെ തല്ലും മലമ്പൊക്കെ ഉണ്ടാവും അപ്പൊ ഇവിടുത്തെ ഒരു ആ ഒരു സ്നേഹവും സന്തോഷമൊക്കെയാണ് മെയിനായിട്ട് ഓക്കെ അതായത് തമാശ രീതിയിലുള്ള എപ്പോഴും തമാശ രീതിയിൽ തന്നെ കാണുവരും അതാണ് ഒരു സംഭവം ഗായ്സ് വെടിക്കെട്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇപ്പൊ തുറന്നിട്ട് കൈ പുറത്തേക്ക് ഇടാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ടാണ് തുറക്കാത്തത് വേറെ ഒന്നല്ല കണ്ടിട്ട് അതെ വല്ലാത്തൊരവസ്ഥയാണ് അതവ അവിടെ ഇട്ടുട്ടാ മധുരിച്ചാ
അവിടെ ഇട്ടിട്ട് പോയി അവൻ. മുന്നോട്ട് വിളിച്ച ആ സാധനം കൊണ്ടുവരാൻ പറഞ്ഞ ഞങ്ങളോട് കളിക്കാറുണ്ടോ? എടുത്തെടുത്തോ നമ്മളിതേ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പൊ വണ്ടിയുമുള്ള കോലാണ് ഈ കാണുന്നത്. ഇതൊന്നും എല്ലാവർന്നും ഇതിനൊക്കെ അപ്പുറമായിരുന്നു. നമ്മള് കുറെ അടുത്ത് കളഞ്ഞതാണ് കേട്ടോ. റോഡെല്ലാം കിടക്കുന്നത് നമ്മളിട്ടല്ല അവിടെ ഉണ്ടായിരുന്നാണ് കേട്ടോ വരുമ്പോ. എന്റെ പൊന്നെ ഇതേപോലെ ഉള്ളിലും ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ എടുത്ത് കളഞ്ഞു. ഇനി അവര് വരട്ടെ, പലരും പല വഴിക്കായി. ഹേ ഗായ്സ്, ഫൈനലി നമ്മുടെ അടുത്ത പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ വെട്ടുമ്പോഴാണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിമത്തെ റാപ്പും കാര്യങ്ങളൊക്കെ കഴിക്കണം കേട്ടോ. അപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ. ആ കലമ്പാണ്. അവിടെ എല്ലാം പോയി, അവിടെ എല്ലാം എന്താ പറയുക, മറ്റേ സ്നോ അടിച്ചിട്ട് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. വേണ്ട, ഇതവരുടെ അവസ്ഥയാണ് കേട്ടോ. നമ്മൾ നാളെ അത്യാവശ്യം കൊണ്ട് അവർ ക്ലീൻ ചെയ്യും. അത് വേറെ കേസ്. അവരിങ്ങനെയാണ് എൻജോയ് ചെയ്യണത്. അത്രേ ഉള്ളൂ. അവിടെയൊക്കെ ഭയങ്കര നമുക്ക് ഫോൺ എടുക്കാൻ സമ്മതിക്കില്ല. അത് ഫോൺ എടുത്തിട്ട് ജസ്റ്റ് വീഡിയോ ഓണാക്കി കഴിഞ്ഞാൽ അവരെല്ലാം വന്നിട്ട് സ്നോ ചെയ്ത്, അതായത് നമ്മൾ വീഡിയോ എടുക്കുക കാണുമ്പോൾ വീഡിയോയിൽ നോക്കിയിട്ട് സ്നോ ചെയ്യുന്നത്. അതാണ് അവസ്ഥ. അല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ എന്താക്കി വീഡിയോ ഒന്നും എടുക്കാനൊന്നുമില്ല. കാരണം എങ്ങനെയായാലും ഒക്കെ നമ്മളകത്തേക്ക് തന്നെ അറിയാം. ഒക്കെ ചെറിയ ചെറിയ പിള്ളേരട്ടാ. പിന്നെ സന്തോഷമാണ്, അത്രേ ഉള്ളൂ. അവർ മൈൻഡിലെടുത്താൽ മതി. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ വന്നലമ്പായി ഉണ്ടാവും. ആകെ അടിയും ഇടിയും ആകെ പ്രശ്നവും എല്ലാം ഉണ്ടാവും. പിള്ളേരെല്ലാവരും ഉണ്ട്, ചെമ്മു ഫാമിലി എല്ലാവരും അവിടെ ഉണ്ട്, നെച്ചോടെ ഉണ്ട്. അപ്പം നമുക്കിവിടെ 2 ഫ്രണ്ട്സ് ഉണ്ട് അബുദാബിയിൽ, അവരെ കാണാനുണ്ട്. പിന്നെ എയർപോർട്ടിലൊരു ടീമിനെ ഇറക്കാനുണ്ട്. കുറച്ച് പരിപാടി ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് മുന്നേ ഇറങ്ങിയതാണ് കേട്ടോ. തിരിച്ച് നമ്മുടെ വണ്ടി അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതേ ഇവിടെ നിന്ന് ഇറങ്ങുകയായി. അപ്പോൾ ഇതിലേക്ക് എടുക്കുന്ന വണ്ടി. ഇനി വണ്ടിയുടെ കോലം കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് അവസ്ഥ. അപ്പോൾ ഇതെല്ലാം നാളെ കൊണ്ടുപോയിട്ട് ഫുള്ളായിട്ട് ക്ലീൻ ആക്കാനുണ്ട്. അതുപോലെ ഫ്ലാഗ് അഴിക്കണം. ഇന്ന് വരെ അലൗഡ് ഉള്ളൂ. നാളെ മുതൽ ഫൈനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യം ചെയ്യാനുണ്ട്. ഫുള്ള് കൈ ക്ലീൻ ആക്കണം കേട്ടോ. ബോഡി എല്ലാം ആകെ അലമ്പായിട്ട് എടുക്കുകയാണ്. പിന്നെ ഇൻറ്റീരിയറും അതെ ആകെ അച്ചലായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ അതെല്ലാം നാളെ കാണിച്ചു തരാം. അതാ ചെമ്മൻ്റെ വണ്ടി ഇതവിടെ എടുക്കുന്നു. ശരി, റെഡി. അതുപോലെ നെച്ചുവിൻ്റെ വണ്ടി അപ്പുറത്താണ് കേട്ടോ. അതവിടെ നിന്ന് എടുത്തിട്ടില്ല. പിന്നെ ഡിഫൻഡറായിട്ട് അവർ നേരെ അപ്പുറത്ത് പോയി. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനി നാളെ ഇത് റിമൂവ് ചെയ്യണം, വണ്ടി വാഷ് ചെയ്യണം, വീഡിയോ ചെയ്യാൻ വരുന്നുണ്ട്. ഓക്കെ, ഞാൻ സ്കിപ്പ് ആക്കണ്ട. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട്. നമുക്ക് അടുത്ത വീഡിയോ കാണാം.